ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക 225. എട്ടാം പദം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം. സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് an arithmetic sequence is 225. ഫൈൻഡ് ദ 8th ടേം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യം ഇതാണ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക S15 തന്നിട്ടുണ്ട്. എത്രയാണ്? 225 തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നമ്മോട് ചോദിച്ചിട്ടുള്ള കാര്യം എട്ടാം പദം എന്ത് എന്നുള്ളതാണ്. 8th ടേം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 15 പദത്തിൻ്റെ സമ്മ് തുക 15 ടേംസിൻ്റെ സമ്മ് ഉണ്ടെങ്കിൽ നമുക്ക് എട്ടാം പദം കിട്ടും. എട്ടാം പദം കിട്ടാൻ നമ്മൾ ചെയ്തേണ്ട കാര്യം S15നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടുക 225/15. 225/15 ആൻസർ എന്ത് കിട്ടും? എട്ടാം പദം 15 എന്ന് കിട്ടും. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 675. 13ാം പദം എന്ത്? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് an arithmetic sequence is 675. ഫൈൻഡ് ദ 13th. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. S25 25 പദങ്ങളുടെ തുക എത്രയാണ്? 675. അപ്പോൾ 25ൻ്റെ മധ്യത്തിൽ നിൽക്കുന്നത് മിഡിൽ നിൽക്കുന്നത് 12 ഇവിടെ വരും, 12 ഇവിടെയും വരും. നടുക്കപ്പോൾ വരിക 13. അപ്പോൾ X13 കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ മിഡിൽ ടേമാണ് S25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ S25 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 675. അപ്പോൾ 675/25. 675/25 എത്രയാണ്? 7 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ X13 എന്ന് പറയുന്നത് എത്രയാണ്? 27. ആൻസർ കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.